രാജ്യത്ത് കലാപം സൃഷ്ടിക്കുന്നവരെ അവരുടെ വസ്ത്രം നോക്കി മനസ്സിലാക്കാമെന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അങ്ങനെയെങ്കിൽ ഞാൻ ജനിച്ചത് ഒരു ഹിന്ദു സമുദായ കുടുംബത്തിലാണ്. പ്രതിഷേധിക്കുന്നവന്റെ വസ്ത്രമാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ആ വസ്ത്രം നോക്കി നിങ്ങൾ അവരെ മാറ്റി നിർത്തുമെങ്കിൽ ഇന്നെന്റെ വസ്ത്രം ഇതാണ്. പ്രതിഷേധം ഇവിടെ തുടങ്ങുകയാണ്. രാജ്യം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പ്രതിഷേധത്തിന്റെ ചൂട് അറിയുന്നുണ്ട്. കേരള ജനത ഇന്ന് അഭിമാനത്തോടെ തലയുയർത്തി പറയുകയാണ്, ഡൽഹിയിലെ സമരമുഖത്ത് മുൻനിരയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ മലയാളികളെന്ന്. രാജ്യം ഒറ്റക്കെട്ടായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ യുവത്വങ്ങൾക്ക് മുന്നിൽ. അനീതിക്കെതിരെ ശബ്ദമുയർത്താനും നിർഭയം വിരൽ ചൂണ്ടാനുമുള്ള ധൈര്യം ഈ യുവത്വങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യത്തിനുള്ള മറുപടിയും ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. സമരമുഖത്ത് മുൻനിരയിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ വീട്ടുകാരയച്ച സന്ദേശങ്ങളാണ് അതിനുള്ള മറുപടി. ജാമിയ മിലിയയിലെ BA അറബിക് വിദ്യാർത്ഥിനിയായ ലതീദ സഖലൂണിന്റെയും മാസ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികളായ ഷഹീനിന്റെയും ആയിഷ റെന്നിയുടെയും കുടുംബക്കാരുമായുള്ള സംസാരമാണ് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് മർദ്ദനമേറ്റ ഷഹീൻ അബ്ദുല്ലയുടെ ഉമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ സമരമുഖത്ത് നിന്ന് നിന്നെ ഞാൻ തിരിച്ചു വിളിക്കില്ല, ഇസത്തോടെ പോരാടൂ. ഉമ്മയുടെ ഈ അനുഗ്രഹമാണ് തന്റെ കരുത്തെന്ന് ഷഹീനും കുറിക്കുന്നു. ഇതുപോലൊരു നല്ല പാതിയെ നൽകിയതിന് ഞാൻ ദൈവത്തെ എത്ര നമിക്കണമെന്നറിയില്ല. നിനക്ക് കൂടുതൽ കരുത്തുണ്ടാവട്ടെ എന്നാണ് സമരത്തിൽ പങ്കെടുത്ത പെൺകുട്ടിയുടെ ഭർത്താവ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ലതീദയും ഉപ്പയും തമ്മിലുള്ള സംഭാഷണം ഇങ്ങനെയാണ്: സമരത്തിലെ മുൻനിരയിലുള്ള മകളെയോർത്ത് അഭിമാനമുണ്ട് എന്നും ഈ ത്യാഗം വെറുതെയാകില്ല എന്നുമാണ് ഉപ്പ പറയുന്നത്. ഈ സന്ദേശം ചേർത്തുവെച്ച് ലതീദ എഴുതിയ വാക്കുകൾ തന്നെയാണ് രാജ്യത്തെ ഓരോ രക്ഷിതാക്കളും തന്റെ മക്കൾക്ക് നൽകേണ്ടത്. ഇതുപോലെ മക്കൾക്കും തങ്ങളുടെ നല്ല പാതിക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കുടുംബം കൂടെയുണ്ടാകുമ്പോൾ അനീതിയെ എതിർക്കാൻ എന്തിനാണ് ഭയക്കുന്നത്? പോരാട്ടം തുടങ്ങുന്നതേയുള്ളൂ. നാളെയുടെ നന്മയ്ക്കായുള്ള ഒത്തുചേരലിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.